ബഹിരാകാശ മേഖലയിൽ രാജ്യത്തിൻ്റെ മുന്നേറ്റം യുവജനങ്ങൾക്കിടയിൽ ശാസ്ത്ര മനോഭാവത്തിൻ്റെ വിത്തുകൾ പാകുകയാണെന്നും ബഹിരാകാശ രംഗത്തെ പുത്തൻ തലത്തിലേക്ക് എത്തിക്കാൻ സുപ്രധാനമായ ഗഗൻയാൻ ദൗത്യത്തിന് സാധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ലോകത്തിനു മുന്നിൽ ഇന്ത്യ സ്വന്തം സ്ഥാനം നേടിയെടുക്കുകയാണ്. 2035 ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകും. ഭാരതത്തിൻ്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയർ ചന്ദ്രൻ്റെ മണ്ണിറങ്ങുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിൽ പോകുന്ന യാത്രക്കാരെ VSSൽ നടന്ന ചടങ്ങിൽ അവതരിപ്പിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ തലമുറ ഭാഗ്യമുള്ളവരാണ്. അവർക്കെല്ലായിടത്തും ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. ഇത് പുതിയ കാലഘട്ടത്തിന് തുടക്കമാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ സ്വന്തം സ്ഥാനം നേടിയെടുക്കുന്നു. ബഹിരാകാശ രംഗത്തും നേട്ടമുണ്ടാക്കുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പതാക സ്ഥാപിച്ച ആദ്യത്തെ രാജ്യമായി. ശിവശക്തി എന്ന പോയിന്റ് ഇന്ന് ലോകമറിയുന്നു. ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിനാണ് VSS സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യം 4 ബഹിരാകാശ യാത്രികരെ പരിചയപ്പെട്ടു. ഇവർ 4 പേരല്ല, 4 ശക്തികളാണ്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമാകുന്ന 4 ശക്തികൾ. രാജ്യത്തിൻ്റെ പേരിൽ 4 പേർക്കും ആശംസകൾ നേരുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇവർ 4 പേരുടെ പേരും എഴുതി ചേർക്കപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവർ കഠിന പരിശ്രമം നടത്തുന്നു. ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഈ മിഷന് ആവശ്യമാണ്. രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഈ യാത്രികർ സെലിബ്രിറ്റികളായി മാറും. ഗഗൻയാനിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഗഗൻയാൻ ദൗത്യം ബഹിരാകാശ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒന്നാമതെത്തും. ഇസ്രോയിലെ സ്ത്രീ ശക്തിയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 5000-ലധികം സ്ത്രീകളാണ് ഇസ്രോയുടെ നേതൃനിരയിലുള്ളത്. ബഹിരാകാശ രംഗത്ത് സ്ത്രീ ശക്തിക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 23 ചന്ദ്രയാന്റെ വിജയം യുവാക്കളിൽ പ്രത്യാശ ജനിപ്പിച്ചു. വീണ്ടും ചന്ദ്രനിലേക്ക് ഭാരതം പോകുമെന്നും ഭാരതത്തിൻ്റെ റോക്കറ്റിൽ യാത്രികർ ഇനിയും ചന്ദ്രനിലിറങ്ങുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. 2025 അവസാനത്തോടെയാകും ഗഗൻയാൻ ദൗത്യം വിക്ഷേപിക്കുക. ദൗത്യത്തിന് മുന്നോടിയായി ഇസ്രോ 20ഓളം വെല്ലുവിളി നിറഞ്ഞ പരീക്ഷണ ദൗത്യങ്ങൾ നടത്തും. വ്യോമമിത്രക റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കും. ഇതിനുശേഷം 2 തവണ കൂടി ആളില്ലാ വിക്ഷേപണം നടത്തിയതിനു ശേഷമാകും 4 സംഘം യാത്ര പുറപ്പെടുക. TVD1, D2, D3, D4 എന്നിങ്ങനെ 4 ടെസ്റ്റ് അബോർട്ട് മിഷനുകൾ ഉണ്ടാകും. LV-M3, G1, G2 എന്നിങ്ങനെ 2 അൺക്രൂഡ് മിഷനുകളും ദൗത്യത്തിൻ്റെ ഭാഗമായി നടത്തും. മനുഷ്യരെ ബഹിരാകാശത്തിലെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ഗഗൻയാൻ. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ 4 ദിവസങ്ങളോളം തങ്ങി പഠനങ്ങൾ നടത്തുകയാണ് 4 അംഗ സംഘത്തിൻ്റെ ലക്ഷ്യം.